റിയാദിലെ കിങ് അബ്ദുലസീസ് കോൺഫറൻസ് സെന്ററിലാണ് ഗൾഫ് അമേരിക്ക ഉച്ചകോടി നടന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പുറമെ സൗദി, UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നീ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. യമനിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമം സൗദിയുടെ ഭാഗത്തുനിന്ന് തുടരുകയാണെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ തന്റെ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു. ഇറാനുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നതായി പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് അതിന് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇറാൻ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആണവായുധം കൈവശം വെക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സിറിയയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഉച്ചകോടിക്ക് മുമ്പായി സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് ഷാരയുമായി ട്രംപും മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുർക്കി പ്രസിഡന്റ് ഫോണിൽ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. 25 വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കൻ സിറിയൻ പ്രസിഡന്റുമാരുടെ കൂടിക്കാഴ്ച നടക്കുന്നത്. പലസ്തീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അതുണ്ടായിട്ടില്ല. ഉച്ചകോടിക്ക് പിന്നാലെ ട്രംപ് ഖത്തറിലേക്ക് പോയി. 3 ദിവസത്തെ ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി ട്രംപ് ഇന്ന് ഖത്തറും നാളെ UAEയും സന്ദർശിക്കും. സൗദിയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.